ഹായ് വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമായി. ഞാനൊരു 50-നടുത്ത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാനിപ്പോഴും പറയും, അത് ഫുള്ളായിട്ടിരുന്ന് കാണണമെന്ന്. കാര്യം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആ ഒരു ചാനലിനകത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക്, നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. ചിലപ്പം ആ ഒരു നമ്മുടെ ക്യാപ്ഷനിൽ ഇട്ടേക്കുന്ന ഒരു ടോപ്പിക്ക് മാത്രമായിരിക്കത്തില്ല നമ്മൾ പറയുന്നത്. കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാനത് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മളുള്ള സ്നേഹമുള്ളവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, അപ്പോൾ ഒരുപാട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കമൻറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ കാണും, കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് പഠിപ്പിക്കുന്നു. അപ്പം അത് കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്താണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡ് ഞാൻ എടുക്കാറുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളൊരു കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതെന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ മെയിനായിട്ടുള്ളൊരു ഉത്തരവുണ്ടല്ലോ, ചോദ്യം ഉണ്ടല്ലോ, എന്താണ്, എത്ര രൂപ വേണം ട്രേഡ് ചെയ്ത് പഠിക്കാൻ? ഓർക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ, അല്ലാതെ ഫുൾ ടൈം ട്രേഡർ ആകാനോ അല്ലെങ്കിൽ വലിയൊരു ഇൻകം ഉണ്ടാക്കാനോ ആയിട്ടൊന്നുമല്ല, ചെയ്ത് പഠിക്കുക. ഇപ്പോഴും നമ്മൾ സ്മോൾ ഒരു ഏരിയയിൽ നിന്ന്, ചെറിയൊരു അതിൽ നിന്ന് വേണം ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നമ്മൾ ചെറിയ ചെറിയ രീതി വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് വേണം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് പറ്റും. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഈ വീഡിയോ ഞാനിപ്പോൾ പറയുന്നത് വരെ കണ്ടില്ലേ. എന്തുകൊണ്ടാണ്? കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആ ഒരു ധൈര്യം ഉണ്ട്. അല്ലെ ആ ധൈര്യം നമുക്ക് വരുത്തണം. അതാണ് വേണ്ടത്. മനസ്സിലായോ? വലിയ നഷ്ടത്തിലൊന്നും പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു എമൗണ്ടിൽ നിന്ന് തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സംശയം ഞാൻ പറഞ്ഞില്ല, എത്ര രൂപ വേണം ക്യാപിറ്റൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രേഡിംഗ് വ്യൂയിലോട്ട് പോകും. സന്തോഷമായില്ലേ? ട്രേഡിംഗ് വ്യൂ ഇന്ന്. അപ്പോൾ ഇന്ന് തന്നെ മൊത്തം ഇരുന്ന് കണ്ട് സഹിക്കണ്ട. അപ്പം നമുക്ക് ചാറ്റിലോട്ട് പോകാം. ഈ തുടക്കക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിനകത്ത് കിട്ടും. പിന്നെ നിങ്ങളുടെ 2 മെയിൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇതിനകത്ത് കിട്ടുന്നത്. എന്താണ് ആ 2 ചോദ്യം? ഒന്ന്, എത്ര രൂപയ്ക്കാണ് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്? ചാക്കോ നോട്ട് ദ പോയിന്റ്, ട്രേഡ് ചെയ്ത് പഠിക്കാൻ ഞാൻ എപ്പോഴും പറയും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം മതിയെന്ന്. അത് ഞാൻ ധന്യയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ വർക്ക് ആകുമോ? ഞാൻ വലിയ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ആകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം ഇത് ചെറിയ ടൈം ഫ്രെയിമാണ്. ഇത് ചെറിയൊരു ഇൻട്രാഡേ ട്രേഡ്. അത് തുടക്കക്കാർ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തുകൊണ്ട് ഇത് ചെയ്തു? നമുക്കിത് സപ്പോർട്ടിൽ നിന്നൊരു പോക്കാണ്. നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഡെയിലി ഒരു ഇച്ചിരി വലിയൊരു ടൈം ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓവറോളായിട്ട് ഇപ്പം നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്നു. ഇവിടെ നിന്ന് ചെറിയ സപ്പോർട്ട് എടുത്തേക്കുന്നുണ്ട്, ഇവിടെ വിക്ക് വന്നേക്കുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ അത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ഇടയ്ക്കകത്ത് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇൻട്രാഡേ എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മുടെ നമ്മൾ ഈ ചെയ്ത വീഡിയോക്കകത്തുള്ള കാര്യം മാത്രം വെച്ചിട്ടുള്ളൊരു ട്രേഡായത്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടെൻ്റെ ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇത്. ഇത് കണ്ടോ? ഇപ്പോൾ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് നമ്മുടെ ഡബിൾ ബോട്ടം പാറ്റേൺ വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? ഈ ഒരു ഡൗൺ ട്രെൻഡാണ് വന്നേക്കുന്നത്. കണ്ടോ? ഈ ഒരു ട്രെൻഡ് കണ്ടോ? ഡൗൺ ട്രെൻഡ് അല്ലേ അത്? നല്ലൊരു ഡൗൺ ട്രെൻഡ് അല്ലേ വന്നേക്കുന്നത്? ചെറിയ ടൈം ഫ്രെയിമിലാണ് കേട്ടോ. വലിയ ടൈം ഫ്രെയിമിൽ അത് ചെറിയൊന്നും ബാധകമല്ല. അപ്പം ഇൻട്രാഡേക്കകത്ത് ഇത് ബാധകമാണ്. അപ്പം ഡബിൾ ബോട്ടം വന്നു. കണ്ടോ? നിങ്ങൾക്കറിയാം ഡബിൾ ബോട്ടം, നമ്മൾ ഡബിൾ ബോട്ടത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കണം. കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായി പോകും. കണ്ടോ? ഡബിൾ ബോട്ടം, ഒന്നാമത്തെ ബോട്ടം, രണ്ടാമത്തെ ബോട്ടം, നമ്മൾ പറഞ്ഞതാണ് W പോലത്തെ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പം നോക്കുക, ഇതൊന്ന് ബ്രേക്ക് ചെയ്തു. ഒരു സപ്പോർട്ടിൽ നിന്നുള്ളൊരു പോക്കാണ്. അപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം യൂസ് ചെയ്തൊരു വീഡിയോ ആയത്. പഠിച്ചത് മാത്രം നമ്മൾ ഉപയോഗിച്ച് ചെയ്തൊരു ട്രേഡായത്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ? ഡബിൾ ബോട്ടം, ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് വരുന്നു, സപ്പോർട്ട് ഏരിയ, പിന്നെ താഴെ വോളിയം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് വോളിയം കാണാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പോൾ ചെറിയൊരു ടൈം ഫ്രെയിമാണ് നമ്മൾ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ 1:2 റിസ്ക് റിവാർഡ് വെച്ചേക്കുന്നത്. ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് വരെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിസ്ക് റിവാർഡ് ഒരു ടാർഗറ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കൃത്യമായിട്ട് ഞാൻ പറയാൻ നേരത്ത് ഞാൻ എൻട്രി എടുത്തേക്കുന്നത് ഒരു എൻട്രി പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് 81 രൂപ 50 പൈസയ്ക്കാണ് ഞാൻ എൻട്രി എടുത്തേക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തരുന്നുണ്ടോ? ഇതിൻ്റെ തൊട്ട് താഴെ
80 രൂപ 65 പൈസയ്ക്കാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. 80 രൂപ 80 രൂപ 60 പൈസയ്ക്കാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. എൻ്റെ ടാർഗറ്റ് നോക്കി ഇവിടെ കൃത്യം അത് കിട്ടി. കാരണം 1:2 ആണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1:2 എന്ന് പറഞ്ഞാൽ എന്താ റിസ്ക് റിവാർഡിൻ്റെ അർത്ഥം. 2 രൂപ ഉണ്ടാക്കാൻ ഞാൻ 1 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. നമ്മൾ റിസ്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രേഡ് നഷ്ടം വന്നാൽ എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ റിസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് അല്ല റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിസ്കിനൊത്ത റിവാർഡായിരിക്കണം. മനസ്സിലായോ? നമ്മൾ 1 രൂപ നഷ്ടം വന്നാൽ നമ്മൾ 2 രൂപ അല്ലെങ്കിൽ മിനിമം ഒരു 1.5 എങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പം ഈ ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ചെറിയൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റിലോട്ട് നമുക്ക് പോയി നോക്കാം. ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തു. പല കൺഫർമേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. 15 മിനിറ്റിൽ ഡബിൾ ബോട്ടം, ഒരു 1 ഡേ ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് തിരിച്ചു പോക്കാണ്. വോളിയം താഴെ വോളിയം നോക്കിയേ. താഴത്തെ വോളിയം നിങ്ങൾ നോക്കിയേ. വോളിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ ബയ്യേഴ്സ് അവിടെ വന്നു. അതാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമൊക്കെ തന്നെ ബേസിക് ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ ഈ ചെയ്ത വീഡിയോസ് കൊണ്ട് മാത്രം എടുത്തൊരു ട്രേഡാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത ഞാൻ ചെയ്തൊരു കാര്യം എന്നാണെന്നറിയാമോ? ഇവിടെ വരെ ഞാൻ ടാർഗറ്റ് വെച്ചു. പക്ഷേ ഇത് പെട്ടെന്നൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചേക്കുന്നൊരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഞാനുണ്ടല്ലോ ട്രയൽ ചെയ്ത് മുകളിൽ കൊണ്ടുപോയി. അതിൻ്റെ ഗുണം എന്താ? ഇത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് താഴെ പോകാനുള്ളൊരു പോസിബിലിറ്റി. ഇത് ഒന്നുകിൽ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നിന്നിട്ട് മുകളിലോട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാം. താഴോട്ട് പോയാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും പാലിക്കണം. അപ്പോൾ ഞാൻ താഴത്തെ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു. അതിൻ്റെ ഗുണം എന്താ? എനിക്ക് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇനി സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ട്രേഡ് പ്രോഫിറ്റിലായിരിക്കും. കാരണം ഇത്രയും മൂവ്മെൻറ്റ് കിട്ടി. ഇനി സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? അതാ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക എന്ന് പറയുന്നത്. ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് കണ്ടോ? ഇവിടെ ഒരു റെസിസ്റ്റൻസിന് താഴെ നമ്മളിത് വെച്ചേക്കുന്നത് കണ്ടോ? അതിനെ അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഏത് ടൈം ഫ്രെയിമിൽ വേണം ഇത്, ഏത് ടൈം ഫ്രെയിമിലും പ്രൈസ് ആക്ഷൻ വർക്ക് ആകുമോ എന്നുള്ളൊരു ചോദ്യം. ഞാൻ വലിയ ടൈം ഫ്രെയിമിൽ വീഡിയോ ചെയ്തു. ഇപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. അടുത്തതാണ് മെയിൻ കാര്യം. എത്ര രൂപയ്ക്കാണ് ഈ ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചില്ലേ ഞാനിപ്പോൾ നല്ല ആയിരങ്ങൾ കൊണ്ടൊക്കെയാണ് ട്രേഡ് ചെയ്തത്? എന്നാലല്ല, നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ധന്നിൻ്റെ പ്ലാറ്റ്ഫോം. താണ്ട് മോളിൽ നെറ്റ്വർത്ത് ഒന്ന് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ധന്നിനകത്ത്. അപ്പം 231 രൂപ 206 രൂപയ്ക്ക് ചെയ്തൊരു ട്രേഡായത്. അതായത് എൻ്റെ സെറോദയ്ക്കകത്താണ് കുറച്ചുകൂട്ടൊരു എമൗണ്ട് കിടക്കുന്നത്. ഇത് ധന്നിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ധന്നിനകത്ത് ഞാൻ എപ്പോഴോ ഒന്ന് ആഡ് ചെയ്തൊരു എമൗണ്ടാണ്. അത് ധന്നി ഞാൻ എടുത്ത സമയത്ത് ആഡ് ചെയ്തൊരു എമൗണ്ട് ആയത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യും? താണ്ട് ഓർഡേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പൊസിഷൻ എൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് താണ്ടെ എന്ത് ചെയ്യും? എൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 81 രൂപ 50 പൈസ. അതായത് നിങ്ങൾക്ക് ഈ പൊസിഷൻ സമ്മറി ഞാൻ മുകളിലോട്ട് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ കാണാമല്ലോ. 81 രൂപ 50 പൈസക്കാണ് ഞാൻ എൻട്രി എടുത്തേക്കുന്നത്. 10 എണ്ണ ഞാൻ എടുത്തുള്ളൂ. ചെയ്ത് പിടിക്കാൻ അത് പോരെ, മതി. വെറുതെ ഈ 1,00,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് കളയണ തുടക്കത്തിൽ തന്നെ വേണ്ട. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ 83 രൂപ, ഞാൻ പറഞ്ഞല്ലോ ട്രിഗർ ഇട്ടേക്കുന്നത് 83 രൂപ 40 പൈസയ്ക്ക്. കാരണം ഞാനത് 80 രൂപ 60 പൈസയ്ക്കാണ്, 60 പൈസയ്ക്കാണ് ഞാൻ ട്രിഗർ വെച്ചത് ആദ്യം. പക്ഷേ ഞാനത് ട്രയൽ ചെയ്ത് ഇത്ര എത്തി. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോഴും ട്രേഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 27 രൂപ നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുമ്പോഴേക്ക് നിങ്ങൾ 4 3% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കത് കിട്ടി. അപ്പോൾ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലോയ്ക്കൊത്ത് പോവുക ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഷെയർ മാർക്കറ്റ് പോകത്തില്ല. ഷെയർ മാർക്കറ്റിൻ്റെ പോക്കിനൊത്ത് ആ ഒരു ഫ്ലോയ്ക്കൊത്ത് നമ്മൾ പോവുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എക്സിറ്റ് അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കുക, ഇത് ഇൻട്രാഡേ ട്രേഡാണ്. ഈ ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തില്ല. ഈ ട്രേഡിങ് തീരുന്നതിനുള്ളിൽ, അതായത് ഇന്നത്തെ ഒരു ദിവസം 3:30 ഞാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആയി പോയിട്ട് ഫൈൻ കിട്ടും. അതുകൊണ്ട് ഇൻട്രാഡേ തുടക്കക്കാരായിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു ബേസിക്കായിട്ട് സ്വിങ് ഒക്കെ ചെയ്ത് പഠിച്ച് ആ ഒരു മൂവ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ആ ഒരു മൂവ്മെൻറ്റ് ഇച്ചിരി സ്പീഡപ്പാണ്. ചിലതൊക്കെ നോക്കാൻ നേരത്ത് കണ്ണടിച്ച് പോകുന്ന രീതിയിലായിരിക്കും മുകളിലോട്ട് പോകുന്നത്, മിന്നലടിച്ച് വരുന്ന പോലത്തെ സ്പീഡിലായിരിക്കും. അപ്പോൾ ആ ഒരു സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വരുമ്പോഴത്തേക്ക് മാത്രം എൻട്രി എടുക്കുക. ഇത് ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു ട്രേഡ്. അതാണ്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ എത്ര രൂപയ്ക്കാണ് എൻട്രി എടുത്തത്. അതായത് എൻ്റെ മാക്സിമം നെറ്റ്വർത്ത് നിങ്ങളിത് കണ്ടു നോക്കി 231 രൂപയേ ഉള്ളൂ.
ഇപ്പോൾ താണ്ട് കിടക്കുന്നത്. അത്രയും ചെറിയൊരു എമൗണ്ടിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നല്ലൊരു ഷെയർ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആയിരങ്ങളോ ലക്ഷങ്ങളോ 10,000 വേണ്ട. നമ്മളൊരു കാര്യം ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പഠിക്കുക എന്നുള്ളത് തന്നെ. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. നമ്മുടെ കൂടെ അല്ലേ നമ്മൾ ഒന്നിച്ചെല്ലാം നിൽക്കും. നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താ, ഏത് ടൈം ഫ്രെയിമിൽ വർക്കാകുമോ എന്നുള്ള കാര്യം വർക്കാകുമെന്ന് മനസ്സിലായല്ലോ. പ്രൈസ് ആക്ഷൻ്റെ ആ ഒരു ഗുണം മനസ്സിലായല്ലോ. ഏത് ടൈം ഫ്രെയിമിലും വർക്കാകും. രണ്ടാമത്തെ ചോദ്യം, എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യേണ്ടത്, എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്തത് കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. 200 രൂപ 150 രൂപയൊക്കെ പല ഷെയറുകളാണ്. വേണേൽ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പറഞ്ഞ പല കൺഫർമേഷൻസ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊരു എൻട്രി എടുക്കുക, റിസ്ക് മാനേജ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് പാലിക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പതുക്കെ കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമേ പൈസ കൂട്ടാവൂ. നിങ്ങൾ ഓക്കെ ആയെന്ന് നിങ്ങൾ തോന്നുമ്പോൾ, മൈൻഡ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണാം.